കേരള സർവകലാശാലയിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് അധ്യാപകൻ നഷ്ടപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട്. വീണ്ടും പരീക്ഷ നടത്തുമെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. 2022-24 ബാച്ചിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് നഷ്ടമായത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഗുരുതരമായ പിഴവാണ്, കുട്ടികൾ ചെയ്യാത്ത കുറ്റമാണ്. അവർ ഇപ്പോൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്നു. അധ്യാപകന്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഇത് വീണ്ടും പരീക്ഷ നടത്താനൊക്കെയുള്ള തീരുമാനം വരുന്നു. എന്താണ് സർവകലാശാല പറയുന്നത് ഇക്കാര്യത്തിൽ? വിജയകുമാർ, ഗുഡ് മോർണിംഗ്. വിജയകുമാർ, വീണ്ടും കേരള സർവകലാശാലയിൽ പരീക്ഷാ പേപ്പറുമായി ബന്ധപ്പെട്ടൊരു വിവാദം പുറത്തു വന്നിരിക്കുകയാണ്. കേരള സർവകലാശാലയിൽ 2022-24 ബാച്ചിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് അധ്യാപകൻ നഷ്ടപ്പെടുത്തിയെന്നുള്ള വിവരമാണ് ഇന്നലെ പുറത്തു വന്നത്. അതിൽ 5 കോളേജുകളിൽ നിന്നായുള്ള പ്രൊജക്ട് ഫിനാൻസ് പരീക്ഷയുടെ ഉത്തരക്കടലാസാണ് നഷ്ടമായത്. ഏപ്രിൽ 7-ന് പരീക്ഷ വീണ്ടും നടത്തുമെന്നാണ് സർവകലാശാല ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ പരീക്ഷ എഴുതേണ്ട പല വിദ്യാർത്ഥികളും വിദേശത്തായതിനാൽ ആ രീതിയിലുള്ള ആശങ്ക അത് കേരള സർവകലാശാലയ്ക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഉണ്ട്. 2022 പരീക്ഷ കഴിഞ്ഞ 2 സെമസ്റ്ററുകളുടെ പരീക്ഷാഫലം വന്നില്ലെന്ന പരാതി വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. അതിനിടയിലാണ് മൂല്യനിർണ്ണയത്തിന് കൊടുത്തയച്ച ഉത്തരക്കടലാസ് അധ്യാപകൻ നഷ്ടപ്പെടുത്തിയെന്ന വിവരം പുറത്തുവരുന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരിൽ നിന്ന് പ്രാഥമിക വിവരശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരള സർവകലാശാല നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ആദ്യം ഈ വീഴ്ച അത് അധ്യാപകൻ മൂടിവെച്ചു എന്നുള്ളതാണ് കേരള സർവകലാശാല ചില ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മാത്രമല്ല, ബൈക്കിൽ പോകുമ്പോൾ ഉത്തരപേപ്പർ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അധ്യാപകൻ നിലവിൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണം തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ളതടക്കം സർവകലാശാല വിശദമായി തന്നെ അന്വേഷിക്കും. അതേസമയം വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും കേരള സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ.